ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16-ാമത് വാക്യത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പറയുന്നു: 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ദൈവം വെറുക്കുന്നതുമായ 6 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ഈ വാക്യങ്ങൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഗർവമുള്ള കണ്ണ്. ഒരു മനുഷ്യൻ്റെ കണ്ണ് ഗർവമുള്ളതായി തീരുന്നു എങ്കിൽ ദൈവം അത് ഏറ്റവും കൂടുതൽ വെറുക്കുകയും ആ നിലകളിൽ ദൈവം പ്രതികരിക്കുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത് നാവാണ്. വ്യാജമുള്ള നാവ് ദൈവത്തിന് വെറുപ്പാണ്. കള്ളം പറയുന്ന നാവിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് നാവ് ചെറിയ അവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്നു എന്നുള്ളതാണ്. പോഷ്ക് പറയുന്ന, വ്യാജം സംസാരിക്കുന്ന നാവ് ദൈവത്തിന് വെറുപ്പാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. നമുക്കറിയാം, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഗ്രഹിച്ച ആഹാബിന് അത് കിട്ടാതെ വന്നത് നിമിത്തം ഇസബേൽ രക്തം ചൊരിഞ്ഞ് ആ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ വേണ്ടി ആഹാബിന് നേടിക്കൊടുത്തു. അത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയായി മാറ്റപ്പെട്ടു എന്നാണ്. ദൈവം അത് വെറുക്കുന്നു എന്നോർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ കാര്യം ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. ദുഷ്ടത മാത്രം ഹൃദയത്തിനകത്ത് നിരൂപിക്കുകയും അത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾ കഴിക്കുകയും ചെയ്യുന്നതായ ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ചാണ് ആ വാക്യങ്ങൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതും ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തേത് ദോഷത്തിന് ബന്ധപ്പെടുന്ന കാൽ. തിന്മ പ്രവർത്തിക്കുവാൻ, അനീതി പ്രവർത്തിക്കുവാൻ, ദുഷ്ടത പ്രവർത്തിക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ടോടുന്ന കാലുകൾ ദൈവത്തിന് വെറുപ്പാണ്. ദൈവം അത് എതിർക്കുന്നു എന്നുള്ളതാണ്. ആറാമത് ദൈവം വെറുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോഷ്ക് പറയുന്ന കള്ളസാക്ഷികളാണ്. അനീതിക്ക് കൂട്ടുനിൽക്കുകയും ആ നിലകളിൽ സാക്ഷ്യം പറയുവാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നത് ദൈവം വെറുക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം വെറുക്കുന്ന ചില സത്യങ്ങൾ ഇവിടെ പറയുകയാണ്. കണ്ണ്, നാവ്, കൈ, ഹൃദയം, കാല്, കള്ളസാക്ഷ്യം. ഇത് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാണ് എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഓർപ്പിച്ച് പറയുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തരുന്ന ഈ ചെറിയ ആയുഷ്കാലം ജീവിതത്തിൽ ദൈവം വെറുക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ദൈവത്തിന് പ്രിയമുള്ള, ദൈവത്തിന്
ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തെടുത്തുകൊണ്ട് മുൻപോട്ട് നമുക്ക് പോകുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ ദൈവം ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അത്ഭുതം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.